കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിൽ 3ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യാശ്രമത്തിൽ പ്രതിഷേധിച്ച് മൻസൂർ ആശുപത്രിയിലേക്ക് എസ്എഫ്ഐയുടെ മാർച്ച്. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ച്. പോലീസ് ലാത്തി വീശി. ദൃശ്യങ്ങളിലേക്ക്. കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിലേക്കാണ് ഈ മാർച്ച് ഉണ്ടായത്. 3ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ പ്രതിഷേധിച്ചായിരുന്നു എസ്എഫ്ഐയുടെ മാർച്ച്. KV ബൈജു ചേരും. ബൈജു, എന്താണ് സംഭവിച്ചത്? ഈ ആശുപത്രിക്ക് എവിടെയാണ് പിഴവ് സംഭവിച്ചത്? രഞ്ജിത്ത്, ഈ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ മാർച്ച് നടത്തിയത്. തുടക്കത്തിൽ നേരിയ തോതിൽ പോലീസുമായി ഈ SFI പ്രവർത്തകർ ചെറിയ ഉന്തും തള്ളും ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഈ മാർച്ച് അവസാനിച്ചതിന് ശേഷം ഏതാനും പ്രവർത്തകർ ആശുപത്രി കോമ്പൗണ്ടിനകത്തേക്ക് ഇരിച്ചു കയറിയതോടുകൂടിയാണ് പോലീസിന് ലാത്തി വീശേണ്ട സാഹചര്യം ഉണ്ടായത്. ഇപ്പോഴും ആ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ഇതിന്റെ പ്രധാന ഗേറ്റിൽ ഇപ്പോൾ പോലീസ് ഇവരെ തടഞ്ഞിട്ടുണ്ട്. കൂടുതൽ പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ പ്രവർത്തകർ മാർച്ച് കഴിഞ്ഞതിന് ശേഷം, മാർച്ച് പിരിച്ചുവിട്ടതിന് ശേഷം ഒരു വിഭാഗം പ്രവർത്തകർ ഈ ആശുപത്രി കോമ്പൗണ്ടിനകത്ത് ഇരിച്ചു കയറുകയായിരുന്നു. ആ സമയത്ത് ആ ഗേറ്റിന് അടുത്ത് പോലീസൊന്നും ഉണ്ടായിരുന്നില്ല. അതോടുകൂടിയാണ് പോലീസിന് ഇവരെ പുറത്തേക്ക് മാറ്റാൻ വേണ്ടി ലാത്തി ചാർജ് നടത്തേണ്ട സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഒരു വിദ്യാർത്ഥിക്ക് തലക്ക് പരിക്കേറ്റിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴും ആ വിദ്യാർത്ഥി പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. എന്തായാലും SFI ആവശ്യപ്പെടുന്നത് ഈ വാർഡനെതിരെ വ്യാപകമായ പരാതിയാണ് ഉയർന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വാർഡിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം. അല്ലാത്ത പക്ഷം വരും ദിവസങ്ങളിലും ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ SFI നടത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിലവിൽ ഈ കുട്ടി ഇപ്പോൾ ആത്മഹത്യക്ക് ശ്രമിച്ച കുട്ടി ഇപ്പോൾ മംഗളൂരുവിൽ ചികിത്സയിലാണ്. ഏതായാലും ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് ആ കുട്ടി ഉള്ളത്. 3ാം വർഷ വിദ്യാർത്ഥിനി പാണത്തൂർ സ്വദേശിനി ചൈതന്യാണ് ഇത്തരത്തിൽ ഇന്നലെ രാത്രിയോടുകൂടി, കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി ഇത്തരത്തിൽ ആത്മഹത്യാ ശ്രമം നടത്തിയത്. എന്തായാലും വലിയ തോതിലുള്ള പ്രതിഷേധം ഇപ്പോൾ ഉയരുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ മാർച്ച് ഇപ്പോൾ പിരിഞ്ഞു പോകുന്നുണ്ട്. പ്രവർത്തകർ ഇപ്പോൾ പിരിഞ്ഞു പോകുന്നതാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ലാത്തിച്ചാർജ് നടത്തി തലക്ക് ഒരു വിദ്യാർത്ഥിക്ക് പരിക്കേറ്റുണ്ട്. നിരവധി വിദ്യാർത്ഥികൾക്ക് ഈ തരത്തിൽ ലാത്തി അടിയേൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും പ്രതിഷേധം ശക്തമാവുന്നുണ്ട്. ഈ സംഭവത്തിൽ ഏതെങ്കിലും തരത്തിൽ ഈ കുറ്റക്കാർക്കെതിരെ അനുകൂലമായ നടപടി സ്വീകരിച്ചാൽ ഇനിയും ശക്തമായ പ്രക്ഷോഭം ഉണ്ടാവുന്ന SFI പറയുന്നുണ്ട്. ഇപ്പോഴും ഒരാളെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന ആണ് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത്. തലക്ക് പരിക്കേറ്റ SFI പ്രവർത്തകനാണ് ഇപ്പോൾ ഇത്തരത്തിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. എന്തായാലും പോലീസിന്റെ ലാത്തി ചാർജിലാണ് പരിക്ക് പറ്റിയിട്ടുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ പേർക്ക് ലാത്തി അടിയേൽക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. രഞ്ജിത്ത്, നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പോകാം. ബൈജു, ഒന്ന് തുടരുക.
ബൈജു, ഇപ്പോഴും ഈ ആശുപത്രി അധികൃതർ ഈ വിഷയത്തിൽ എന്തെങ്കിലും വിശദീകരണം നൽകിയിട്ടുണ്ടോ? ഇനിയും തുടർ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുമെന്നാണോ മനസ്സിലാക്കേണ്ടത്? ഈ വാർഡിനെതിരെ ആശുപത്രി അധികൃതർ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ഉച്ചയ്ക്ക് 3 മണിക്ക് പ്രധാനപ്പെട്ട ഒരു ചർച്ച നടക്കുന്നുണ്ട്. അതായത് ഇവിടുത്തെ നഴ്സിംഗ് വിദ്യാർത്ഥികളും ഒപ്പം മാനേജ്മെന്റും പോലീസ് തലത്തിലാണ് ചർച്ച നടക്കുന്നത്. ഈ ചർച്ചയിൽ ആ കാര്യം വ്യക്തമാക്കുമെന്നാണ് പറഞ്ഞത്. ഏതായാലും ഈ വാർഡിനെതിരെ ഇപ്പോൾ ആശുപത്രി നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ വിദ്യാർത്ഥികൾ പറയുന്നത് ഈ വാർഡിനെതിരെ കേസ് എടുക്കണമെന്നാണ്. പക്ഷേ അതേസമയം തന്നെ ഇപ്പോൾ ഈ ആത്മഹത്യാ ശ്രമം നടത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഒരു പരാതിയും പോലീസിന് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പോലീസ് ഈ വിഷയത്തിൽ നിലവിൽ ഒരു കേസുമില്ല. ഇപ്പോൾ ഈ വിദ്യാർത്ഥികൾ പറയുന്നത് ഈ വാർഡൻ വലിയ തോതിൽ ഇവിടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ അത് കർശനമാക്കിയിരുന്നു. വീട്ടിൽ പോലും ഫോൺ വിളിക്കാൻ കഴിയാത്ത സാഹചര്യം ഈ വാർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നാണ് ഈ വിദ്യാർത്ഥികളുടെ പരാതി. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഒരു ചർച്ച ഇന്ന് 3 മണിക്ക് വിദ്യാർത്ഥികളുമായും ഒപ്പം ഈ മാനേജ്മെന്റും അതുപോലെ തന്നെ പോലീസ് തലത്തിൽ നടക്കുന്നുണ്ട്. അത് 3 മണിക്കാണ് ഈ ചർച്ച വെച്ചിട്ടുള്ളത്. എന്തായാലും ആ ചർച്ചയിൽ ഇത് സംബന്ധിച്ച ഒരു ഔദ്യോഗിക തീരുമാനം ഉണ്ടാവും. നിലവിൽ ഈ വാർഡിനെതിരെ ആശുപത്രി അധികൃതർ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ കേസെടുക്കണമെന്ന ആവശ്യമാണ് വിദ്യാർത്ഥികൾ ഇപ്പോൾ ഉയർത്തുന്നത്. ആ കാര്യത്തിൽ പോലീസ് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഇതിലൊരു പരാതി ഇതുവരെ ലഭിക്കാത്ത സാഹചര്യത്തിൽ അത്തരത്തിൽ കേസെടുക്കാൻ നിലവിൽ സാധിക്കില്ല എന്നാണ്. ഈ കുട്ടി ഗുരുതരാവസ്ഥയിൽ തന്നെ ഇപ്പോഴും തുടരുന്നുണ്ട്. അവരുടെ രക്ഷിതാക്കളോ മറ്റോ ഇതുവരെ പരാതി ഒന്നും ഇതുവരെ പോലീസിൽ നൽകാത്തതാണ് ഇപ്പോൾ പ്രതിസന്ധിയായിട്ടുള്ളത്. എന്നാലും ഈ പ്രവർത്തകർ ഈ SFI പ്രവർത്തകർ ഇപ്പോഴും പോലീസുമായി വാക്കുതർക്കമുണ്ടാക്കുന്ന ഒരു സ്ഥിതി തന്നെയാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു പ്രവർത്തനി തലക്ക് അടിയേറ്റിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ പോലീസുമായി വാക്കുതർക്കമുണ്ടാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. പോലീസിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. എന്തായാലും ഇത് പ്രതിഷേധം ഏതായാലും ശക്തമാവുന്നുണ്ട്. രഞ്ജിത്തെ, പ്രതിഷേധം ശക്തമാവുകയാണ്. പോലീസ് ലാത്തിവീശി. SFI ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിലാണ് ആശുപത്രിയിലേക്ക് 3-ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യാ ശ്രമവുമായി ബന്ധപ്പെട്ട് കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തിയത്. ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി.